എന്നാലും ഇന്ത്യൻ മാങ്ങയുടെയൊക്കെ ഒരു പവർ നോക്കണേ. വിധി പോലും വിറച്ചുപോയി എന്നൊക്കെ പറയുന്നത് പോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും വിറച്ചുപോയി ഇന്ത്യൻ മാങ്ങയുടെ മുമ്പിൽ. പറയുമ്പോൾ ചിരി വരും. പക്ഷേ ഇന്ത്യൻ മാങ്ങകൾക്ക് അമേരിക്കയിൽ ജനപ്രീതി ഏറെയാണ്. ഇന്ത്യ US വ്യാപാര ബന്ധങ്ങളിൽ മാമ്പഴത്തിന് ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു എന്നും 2006 കാർക്കശ്യക്കാരനായിട്ടുള്ള ജോർജ് ബുഷ് പോലും ഇന്ത്യൻ മാമ്പഴങ്ങൾക്ക് മേലുള്ള നിരോധനം നീക്കാൻ നിർബന്ധിതനായിട്ടുണ്ട്. എന്തിന്? ഇന്ത്യ US നയതന്ത്ര യോഗങ്ങളിൽ പോലും മാമ്പഴത്തെക്കുറിച്ച് പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫെബ്രുവരിയിൽ ട്രംപ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ പ്രധാനമന്ത്രി മോദിയുമായുള്ള സംയുക്ത പ്രസ്താവനയിൽ മിസൈലുകൾ, ആണവ സഹകരണം, സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഷയങ്ങൾക്കൊപ്പം മാമ്പഴവും ഇടം നേടിയിരുന്നു. ഈ ജനപ്രീതി ഇപ്പോ ട്രംപ് തിരിച്ചറിഞ്ഞതോടെ അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ ചില ഇന്ത്യൻ ഭക്ഷ്യ വസ്തുക്കളുടെ മേൽ ചുമത്തിയ അധിക തീരുവ പിൻവലിക്കുകയാണ്. ഇറക്കുമതിക്കാരും കടയുടമകളും ട്രംപ് ചുമത്തിയ ഉയർന്ന താരിഫ് ഉപഭോക്താക്കളിൽ അടിച്ചേൽപ്പിച്ചതോടെ ഭക്ഷ്യവസ്തുക്കളുടെ വില അവിടെ കുത്തനെ ഉയർന്നു. ന്യൂയോർക്ക് സിറ്റി, ന്യൂജേഴ്സി, വിർജീനിയ എന്നിവിടങ്ങളിൽ സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ വിലക്കയറ്റം ആയുധമാക്കി പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ ജയിച്ചു കയറി വന്നതോടെയാണ് ട്രംപിന് ബോധോദയമുണ്ടായത്. നിലവിൽ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ്, അതായത് ഇന്ത്യ പോലുള്ള ഉഷ്ണമേഖലയിൽ നിന്നുള്ള ഫലങ്ങൾ, പിന്നെ ഫ്രൂട്ട് ജ്യൂസുകൾ, തേയില, സുഗന്ധവ്യഞ്ജനങ്ങൾ, സ്പൈസസ്, പിന്നെ കോഫി, കോക്കോ, ഓറഞ്ച്, തക്കാളി, ബീഫ്, ഇത്രയും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കാണ് ട്രംപ് തീരുവ നീക്കം ചെയ്തിരിക്കുന്നത്. ഈ തീരുമാനം അമേരിക്കയിൽ വമ്പൻ വിപണിയുള്ള ഇന്ത്യൻ മാമ്പഴം, മാതളം, തേയില കയറ്റുമതിക്കാർക്ക് വലിയ ആശ്വാസം തന്നെ ആയേക്കുമെന്ന് കരുതപ്പെടുന്നു. നേരത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ വേണ്ടി ജനറൽ മെഡിസിനുകൾക്ക് മേൽ ചുമത്തിയിരുന്ന തീരുവ ട്രംപ് നീക്കം ചെയ്തിരുന്നു. US എല്ലാ ജനറൽ മരുന്നുകളുടെയും പകുതിയോളം വിതരണം ചെയ്യുന്ന ഇന്ത്യക്ക് തന്നെയായിരുന്നു അതും നേട്ടം ഉണ്ടാക്കിയത്. അതേസമയം വിലക്കയറ്റമൊക്കെ ഡെമോക്രാറ്റുകളുടെ ഒരു തട്ടിപ്പാണ് എന്ന സ്ഥിരം പല്ലവിയിലാണ് ട്രംപ് ഇപ്പോൾ ഉള്ളത്. ഈ ആഴ്ച NBC ന്യൂസ് നടത്തിയ ഒരു പോളിൽ കണ്ടെത്തിയത് വോട്ടർമാരിൽ 63% പേരും ട്രംപ് സമ്പദ് വ്യവസ്ഥയും ജീവിത ചെലവും ദൈനംദിന ചെലവും കൈകാര്യം ചെയ്യുന്നതിൽ പരാജയമായിരുന്നു എന്നായിരുന്നു. എന്തിന്? ട്രംപിന്റെ സ്വന്തം പാർട്ടിയായിട്ടുള്ള റിപ്പബ്ലിക്കന്മാരിൽ പോലും 30% പേർ ഈ ഒരു അഭിപ്രായത്തെ പിന്തുണയ്ക്കുന്നവരാണ്. ന്യൂസ് ഇന്ത്യ മലയാളം.